പണിമുടക്ക് ദിവസം അല്ലേ അന്ന് കണ്ട കാഴ്ചകളൊക്കെ വല്ലാത്തതായിരുന്നു. എന്തിനാണ് ഈ പണിമുടക്ക് എന്ന് പലപ്പോഴും തോന്നിപ്പോകുന്ന നിലയിലുള്ള ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ആ കിട്ടിയ ഒരു ഗ്യാപ്പ് അത് നല്ല നിലയിൽ ഉപയോഗിച്ച രണ്ടുപേരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതായത് വാഹനങ്ങളൊന്നുമില്ല, റോഡൊക്കെ നല്ല കാലിയായി കിടക്കുന്നു, നമ്മുടെ കോവിഡ് കാലത്തെ പോലെ. അപ്പോൾ എന്നാൽ അങ്ങനെ നല്ല സുഖകരമായിട്ടുള്ള ഒരു സ്ഥലം കിട്ടുമ്പോൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്താലോ എന്നൊരു അച്ഛനും മകനും തീരുമാനിക്കുന്നു. അങ്ങനെ മലപ്പുറം താനൂരിൽ പണിമുടക്ക് ദിവസം മാഞ്ഞുപോയ കുറേ വരകൾ റോഡിൽ വീണ്ടും പ്രത്യേക സർക്കാർ റോഡാണ്, അതിൽ നമ്മളൊരു കാര്യം ചെയ്തു എന്നൊന്നും ദയവായി പ്രശ്നം ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു ശ്രമം എന്ന നിലയ്ക്ക് അതിനെടുക്കട്ടെ. നമുക്ക് മുന്നിലുള്ള ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടണം എന്നതിനേക്കാൾ ഉപരി അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതിലേക്ക് ഒരു മാതൃക കൂടിയാണ് ഈ മിഫ്ഷൽ എന്ന 4.5 വയസ്സുകാരനും ഉപ്പ ഫൈസലും കൂടി നമുക്ക് മുന്നിലേക്ക് കാണിച്ചു തന്നത്. സാധാരണ ഇതിലൊരു പണിമുടക്ക് ദിനമാകുമ്പോൾ നമ്മൾ ക്രമീകരിക്കുമല്ലേ നമ്മുടെ സമയവും ഇനി എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് വിജനമായ ഒരു റോഡായിരിക്കും. അപ്പോൾ അതിന് സ്വന്തം നാട്ടിൽ ഇത്തരത്തിൽ സീബ്ര ലൈൻ മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലും നല്ലൊരു അവസരം ആ സീബ്ര ലൈൻ തന്നെ വരയ്ക്കാനില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കൂടിയാണ് മിഫ്സലിൻ്റെ തലയിലും അപ്പോൾ ഉപ്പയ്ക്ക് കൂടി തോന്നിയത്. അങ്ങനെ ഇരുവരും റോഡിലേക്ക് അങ്ങ് ഇറങ്ങിയാണ്. കൂടെ പിന്നെ നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ഒപ്പം കൂടുന്നുണ്ട്. അത് ഒരു കൗതുകത്തിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടത് കൂടിയാണ്. ഇത്തരത്തിലുള്ള നമ്മുടെ ചെറിയ ചെറിയ പ്രവൃത്തികളായിക്കോട്ടെ ഒരു നാട് തന്നെ ഉപകാരമാവുന്ന ഒരു കാര്യമാണ്. വീണ്ടും തിരക്ക് പിടിച്ച ഒരു ദിവസത്തിലേക്ക് പിന്നീട് നമ്മൾ എത്തുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ആ സീബ്ര ക്രോസിൻ്റെ ഉപകാരം നമ്മൾ തിരിച്ചറിയുന്നത്. ഇത് സാധാരണ ഒന്നും കാണാതെ നമ്മൾ സാധാരണ ഒരു ഗതിയിൽ അതിങ്ങനെ കടന്നു പോകുമായിരുന്നു. പക്ഷേ നമ്മളെ കൊണ്ട് എന്ത് മാറ്റം വരുത്താൻ സാധിക്കും എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ്. സമൂഹത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളായിക്കോട്ടെ ഇതൊക്കെ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത് എന്നാണ് ആ 4 വയസ്സുകാരൻ ഉപ്പയും കൂടെ കാണിച്ചു തന്നിരിക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള ഇനിയും ആശയങ്ങളുമായി അവർ മുന്നോട്ടേക്ക് വരട്ടെ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ദേശീയ മുടക്ക് ദിനം തന്നെ നമുക്കൊരു മനോഹര കാഴ്ച കാണാനായി എന്നുള്ളത് തന്നെയാണ് താനൂരിൽ നിന്ന്. ശരി ശരി എന്തായാലും ഈ റോഡിൻ്റെ ചുമതലയുള്ള പൊതുമരാമത്ത് വകുപ്പാകാം, അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റി ആകാം, അല്ലേ, അല്ലെങ്കിൽ പഞ്ചായത്ത് റോഡാണെങ്കിൽ പഞ്ചായത്താകാം. അപ്പോൾ ഇതൊക്കെ വരച്ചിടേണ്ട അവരുടെ ഉത്തരവാദിത്തമാണ്. മാഞ്ഞു പോകുന്ന വരകളൊക്കെ കൃത്യമായിട്ട് അവർ വരയ്ക്കട്ടെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങി ചെയ്യേണ്ടി വരും. കുഴപ്പമില്ല, പക്ഷേ സംവിധാനങ്ങളാണ് ഇതൊക്കെ ചെയ്യേണ്ടത്.